വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേരള PSC നടത്തുന്ന ഏറ്റവും മികച്ചൊരു ജോലിയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. വർക്ക് ലൈഫ് ബാലൻസ് നമ്മൾ നോക്കുകയാണെങ്കിലും സാലറി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിലും അതിൽ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിലും അതൊരു മികച്ച അവസരം തന്നെയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, എന്താണ് ആക്ച്വലി ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ റോൾ എന്ന് പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലാബിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. അവർക്ക് നിങ്ങൾക്ക് ആ ഒരു ലാബ് എക്യുപ്മെൻറ്റ്സ് നൽകുക എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിർവഹിക്കേണ്ട കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്. അവരുടെ ജോബ് പ്രൊഫൈല്, അവരുടെ സാലറി, അതേപോലെ അത്തരത്തിലുള്ള അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് എല്ലാ ബ്രാഞ്ചസിലും ഉണ്ട് കേട്ടോ. അതായത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ, EC തുടങ്ങിയ എവറി ബ്രാഞ്ചസിൽ ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. മോസ്റ്റ്ലി ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് 2027 എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുക. നോട്ടിഫിക്കേഷന് 2026 എൻഡിലോ 2025 സ്റ്റാർട്ടിങ്ങിലോ എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ദ മാസ്റ്റർ ഓഫ് പ്രാക്ടിക്കൽ സ്കിൽസ് ആണ്. അതായത് പ്രാക്ടിക്കൽ സ്കിൽസ്, അതായത് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത് അതിലൊരു മാസ്റ്റർ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ്, തിയറി ക്ലാസ്സിൻ്റെയും റിയൽ വേൾഡിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്യാണ്. യു ആർ ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ തിയറി ആൻഡ് റിയാലിറ്റി. ആസ് എ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ യുവർ സെൻട്രൽ മാൻഡേറ്റ് ടു ടീച്ച് ഹാൻഡ്സ് ഓൺ ഹൈലി പ്രിസൈസ് ടെക്നിക്കൽസ് ടു നെക്സ്റ്റ് ജനറേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ്. ഒന്ന് ആലോചിച്ച് നോക്കി, അതായത് നിങ്ങൾ ടീച്ച് ചെയ്യുന്നത് ആർക്കാണ്, നെക്സ്റ്റ് ജനറേഷനിലുള്ള എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ടീച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ജസ്റ്റ് തിയറി ആസ്പെക്ട് മാത്രമല്ല, പ്രാക്ടിക്കൽ ആസ്പെക്ട് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രൈമറി ആക്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ടിങ് വർക്ക്ഷോപ്പ് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണ്. അതായത് ഈ ഒരു പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും സ്മൂത്ത് ആയിട്ട് ഏറ്റവും മികച്ച രീതിയിൽ കണ്ടക്ട് ചെയ്യേണ്ടത് ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. ഇനി എവിടെയെല്ലാം നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിടെക്നിക്സിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഗവൺമെൻറ് ടെക്നിക്കൽ ട്രെയിനിങ് സെൻറ്റേഴ്സിൽ വരുന്നുണ്ട്, ഗവൺമെൻറ് ടെക്നിക്കൽ എക്കോസിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ വരുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇതൊക്കെ ഡിഫറെൻറ്റ് പോസ്റ്റുകൾ കേട്ടോ. അതിന് നമ്മൾ ITയിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും പോലെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമുള്ള പോസ്റ്റ് അല്ല, ഒരുപാട് കോളേജസുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോസ്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ വേക്കൻസിയെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേത് എൻഷുർ വാലിഡേറ്റ് ദ കറക്റ്റ് ആൻഡ് പ്രിസൈസ് യൂസേജ് ഓഫ് ടൂൾ ആൻഡ് മെഷീൻസ്. അവിടെ ലാബിൽ ഒരുപാട് എക്യുപ്മെൻസുകൾ ഉണ്ടാവും അല്ലേ, വളരെ എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ളതുണ്ടാവും, അങ്ങനെ പല റേഞ്ചിലുള്ളതുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രിസൈസ് യൂസേജ് ഓഫ് ടൂൾസ് ആൻഡ് മെഷീനറീസ് ആണ്. അതേപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റ്, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം തിയറി നോളജ് മാത്രമുള്ള വിദ്യാർത്ഥികളായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അവർക്ക് മുന്നിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ടെക്നിക്കൽ പ്രൊസീജിയർ ടു സ്റ്റുഡൻസ് നമ്മൾ ചെയ്യേണ്ടി വരും. അതേപോലെ സൂപ്പർവൈസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതായത് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യണം. ആക്റ്റീവ്ലി ഗൈഡ് ആൻഡ് മോണിറ്റർ സ്റ്റുഡൻസ് വൈൽ ദേ ആർ പെർഫോമിംഗ് അസൈൻഡ് ടാസ്ക്. ഇതൊക്കെ എന്താണ്, അവരുടെ ഒരു ഡെയിലി വർക്ക് ലൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരെല്ലാ ദിവസവും കടന്നു പോകുന്ന ഇതിലൂടെയാണ്. അതായത് അവർ കൃത്യമായിട്ട് എൻഷുർ ചെയ്യും, വാലിഡ് ദ കറക്റ്റ് ആൻഡ് പ്രിസൈസ് യൂസേജ് ആയിരിക്കും. അതേപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്കും വരാൻ പാടില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കമാൻഡിങ് ദ വർക്ക്ഷോപ്പ്, അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അസറ്റ് കസ്റ്റോഡിയൻഷിപ്പ് അവിടെ വരുന്നുണ്ട്. അതായത് ആ ലാബിൽ ഉള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു കസ്റ്റോഡിയൻഷിപ്പ്, അതിൻ്റെ പ്രോപ്പർ ആയിട്ടുള്ളൊരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിരിക്കും. വർക്ക്ഷോപ്പ് സൂപ്രണ്ടൻറ്റും ഉണ്ടാവും കേട്ടോ, തീർച്ചയായിട്ടും. അതേപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ കൺട്രോൾ, ദാറ്റ് ഈസ് കീപ് ദ വർക്ക്ഷോപ്പ് റെഗുലർലി ക്ലീൻ, ഓർഗനൈസ്ഡ് ആൻഡ് ഒപ്റ്റിമൈസ്ഡ് ഫോർ ഡെയിലി ടെക്നിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ അതായത് നമ്മുടെ ആ ഒരു ലാബിൻ്റെ ഒരു കസ്റ്റോഡിയൻ ആയിട്ട് ആര് വരുന്നുണ്ട്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ആളുടെ ഒരു അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരുടെ ഒരു സൈക്കിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ അഡ്മിനിസ്ട്രേഷൻ സൈക്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് phase 1 എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ്. അതായത് ഡിസൈൻ ആൻഡ് പ്രിപ്പയർ ജോബ് ഷീറ്റ്സ് ആൻഡ് പ്രാക്ടിക്കൽ റെക്കോർഡ്സ് ഫോർ അപ്കമിങ് സെഷൻസ്. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ റെക്കോർഡുകളും എന്ത് ചെയ്യാറുണ്ട്, ലാബിൽ വരുന്നതിന് മുന്നേ എന്ത് ചെയ്യാറുണ്ട്, പ്രിപ്പയർ ചെയ്യാറുണ്ട്. സോ അതിന് സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ കണ്ടിന്യൂസ്
കണ്ടിന്യൂസ്ലി അസസ് അടുത്ത സ്റ്റേജാണ് കണ്ടിന്യൂസ്ലി അസസ് ഡെയിലി സ്റ്റുഡൻസ് പ്രാക്ടിക്കൽ പെർഫോമൻസ് ഇൻ ദ ലാബ്. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അതേപോലെ ഇന്റേണൽ ടെസ്റ്റ് ചെയ്യണം. അത് ഹോസ്റ്റ് വൈവ ബോസ് ആൻഡ് അസിസ്റ്റ് ഒഫീഷ്യൽ ട്രേഡ് ടെസ്റ്റ് എക്സാമിനേഷൻ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും ഈ ഒരു എക്സാമിനേഷൻ സ്റ്റേജിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എക്സാമിനേഷൻ സ്റ്റേജ് ഉണ്ട്, പ്രിപ്പറേഷൻ സ്റ്റേജ് ഉണ്ട്, ഇവാലുവേഷൻ സ്റ്റേജ് ഉണ്ട്. ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ നോൺ നെഗോഷ്യബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സേഫ്റ്റി ആൻഡ് ഡിസിപ്ലിൻ ആണ്. അതേപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രിവെൻഷനും. അതായത് ലാബിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലിലും ഇലക്ട്രോണിക്സിലൊക്കെ ഉള്ളത് ഒരുപാട് എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് വർക്ക്ഷോപ്പ് സേഫ്റ്റി റൂൾസ് അറ്റ് ഓൾ ടൈംസ് അത് കൃത്യമായിട്ട് എൻഷുർ ചെയ്യണം. അതായത് ഓരോ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട പ്രിക്കോഷൻസുകൾ, അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, സേഫ്റ്റി മെഷേഴ്സ് അത് പ്രോപ്പർലി നോക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ആക്സിഡൻറ്റ് പ്രിവെൻഷന് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാൻ പാടില്ല. പ്രൊആക്റ്റീവ് സൂപ്പർവിഷൻ ടു പ്രിവെൻറ്റ് ഹസാർഡ്സ് ആൻഡ് മെയിൻറ്റെയിൻ സീറോ ഇൻസിഡൻറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാബിൽ ഒരിക്കലും എന്ത് സംഭവിക്കാറില്ല, വലിയ അപകടമൊന്നും സംഭവിക്കാറില്ല അല്ലേ. കാരണം എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പ്രിക്കോഷൻസ് കൂടി തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ടാവുക. അതിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു ജോബിൻ്റെ ഒരു ടോട്ടൽ നാച്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലൈഫ് സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആവും എന്നുള്ളത് തന്നെയാണ്. ഒരു ഗവൺമെൻറ് ജോലി ലഭിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അതായത് ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇറാൻ US വാർ നടക്കുന്ന സമയത്ത് അത് ഇറാൻ US മാത്രം എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണോ? അല്ല, അതിങ്ങ് കേരളത്തിലുള്ള നമ്മളെപ്പോലെ എന്ത് ചെയ്യുന്നുണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ജോബ് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മ വരുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ മാറ്റങ്ങൾ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ UAE അതേപോലെ തന്നെ UAE, സൗദി അറേബ്യ അങ്ങനെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹെവിലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കൺട്രീസ് ആണല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അത് വലിയ രീതിയിൽ ഹെവിലി എഫക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ജോബ് മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ബാധിക്കുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊരു സമയത്ത് നമുക്ക് ജോലി നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു ഫിയർ പല ആളുകളിലുണ്ടാവും. എന്നാൽ നിങ്ങളൊരു ഗവൺമെൻറ് ജോബിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫിയർ ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ ഒരു സ്റ്റഡി ട്രാക്കിൽ നിന്ന് പോകാൻ പറ്റുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 100% ഗവൺമെൻറ് ജോബ് സെക്യൂരിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പേ സ്കെയിൽ വരുന്നുണ്ട്, ഒരുപാട് അലവൻസുകൾ വരുന്നുണ്ട്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ഈ ജോബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളൊരു മെൻറ്ററാണ്, സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവാലുവേറ്ററാണ്, പ്രൊട്ടക്ടറാണ്, കസ്റ്റോഡിയൻ ആണ് അല്ലേ. ഇതെല്ലാം കൂടി ആരുടെ അണ്ടറിൽ വരുന്നുണ്ട്, ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇങ്ങനൊരു പോസ്റ്റിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇതൊരു വലിയ യാത്ര തന്നെയാണ്. അതായത് ഒരുപാട് ആളുകൾ സ്വപ്നം കാണുന്ന ചില പോസ്റ്റുകളാണ്. നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞ ലെക്ചർ ഇൻ പോളിടെക്നിക് ആണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർക്കാണെങ്കിലും വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എത്രയോ വലിയ സാലറി എന്നല്ല ഞാൻ പറയുന്നത്, വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നിക്കൽ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായിട്ടുള്ള എൻട്രി ആപ്പിനോടൊപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ. കൂടുതൽ വിവരങ്ങൾ അറിയാനും എൻട്രിയുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ബാച്ചിൽ ജോയിൻ ചെയ്യാനും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.